എനിക്കൊരാഴ്ചത്തെ ലീവ് വേണം. ഓ, തീർത്ഥയാത്രക്കായിരിക്കും. അതെ സർ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്ന്, ഭക്തി മൂത്താലാണ് ഭ്രാന്താകുന്നത്. ശരി, പോയിക്കോളൂ. ശങ്കരപ്പിള്ളേ, എനിക്കൊരു ചായ, ഒരു പാക്കറ്റ് സിഗരറ്റും വാങ്ങി തന്നിട്ട് ശങ്കരപ്പിള്ള പോയിക്കോളൂ. എനിക്ക് കുറച്ച് ജോലി കൂടെ ഉണ്ട്. ശങ്കരപ്പിള്ളേ, ശങ്കരപ്പിള്ളേ, വാസി താക്കോൽ തരാതെയാണല്ലോ പോയത്. മറന്നു വന്നു. ആദ്യം പോയി താക്കോൽ വാങ്ങിട്ട് വരും, എന്നിട്ട് മതി ചായ. ചെല്ലുമല്ലോ. ST ബാങ്കിന്റെ കൊല്ലം ശാഖയിൽ നടന്ന ഭയങ്കര കൊള്ളയും കൊലയും. ഇന്നലെ രാത്രി കൊല്ലം ST ബാങ്കിൽ നിന്ന് ഏതോ കൊള്ളക്കാർ 2 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുക്കുകയും മാനേജർ വിശ്വനെ തലയിൽ മാരകമായ മുറിവേൽപ്പിച്ച് കടന്നുകളയുകയും ചെയ്തിരിക്കുന്നു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിച്ച വിശ്വന് ബോധം വീണിട്ടില്ല. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു.
വിവാഹ കരാറിൽ ഒപ്പിടാൻ ഇനി എത്രയോ സമയം കിടക്കും. കുസുമയുടെ പരീക്ഷ തീരുന്നെങ്കിൽ തന്നെ ഇനി 6 മാസം കഴിയും. അല്ലേലും നമ്മൾ തമ്മിൽ ഒരു കരാറിന്റെ ആവശ്യമുണ്ട്. അതെ, ശരിയാണ്. കുസുമ ശിവൻകുട്ടിക്കുള്ളതാണെന്ന് തീർച്ചയായി. അല്ലേ ശിവൻകുട്ടി? എനിക്ക് മറ്റൊരു അഭിപ്രായം. ഇവിടുത്തെ മൂത്ത മകനാണല്ലോ ഡോക്ടർ രാജശേഖരൻ. പെങ്ങളുടെയും ആങ്ങളുടെയും വിവാഹം ഒരേ പന്തൽ വെച്ച് നടത്തിയാൽ എന്താ? ഇവിടെ മോനെ കണ്ടില്ലല്ലോ. അവനൊരു അർജന്റ് കേസ് അറ്റൻഡ് ചെയ്യാൻ പോയി. എപ്പോ വരും? അതേ വന്നല്ലോ. നമസ്കാരം. ഞങ്ങള് രാജശേഖരന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പറ്റിയൊരു പെൺകുട്ടി എന്റെ ലിസ്റ്റിലുണ്ട്. ഡാക്ടർ സാർ സമ്മതം മൂളിയാ മതി. ഞാൻ എത്ര കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സമ്മതിക്കണം. ക്ഷമിക്കണം, വിശ്വന്റെ അസുഖം മാറാതെ വിവാഹത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുകയില്ല. ഏതായാലും ഇനി താമസിക്കണ്ട. മാലിനി, കുസുമത്തിനെ വിളിക്കൂ. എന്നാൽ ആ മോതിരം മാറ്റത്തിന്റെ ചടങ്ങ് കൊണ്ട് നടന്നോട്ടെ. Reputation. Reputation is what men and women think of us. Character is what God and angel know of us. ചേട്ടാ, ഊണ് കഴിക്കാൻ വരും. വിശ്വം കഴിച്ചു. ഇല്ല. അവന് കൊടുക്കാൻ ഞാൻ പിന്നീട് കഴിച്ചോളാം. Wide, wide as the ocean, high as the heaven above, deep, deep as the deepest sea, is my love for you. വിഷു, വിഷു, എനിക്ക് ഊണ് കഴിക്കാം. എന്താ വിഷു ഈ കാണിക്കുന്നത്? ഞാനേ പാലാഴി കടയിൽ അസുരന്മാരും ദേവന്മാരും എത്തിയിട്ടില്ല. എന്റെ പേടി ഡോക്ടർ രാജശേഖരൻ അവരെ ഇഞ്ചക്ട് ചെയ്ത് കൊന്നു കാണുമെന്ന്. ഊണ് കഴിക്കുമേ. അച്ഛൻ എന്താ ഇത്ര വൈകിയത്? ശിവൻകുട്ടിയുടെ അച്ഛനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും കുറച്ച് രൂപ ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ നോക്കും. അച്ഛാ, കൽക്കത്തയിൽ നിന്നും ഡോക്ടർ ബാനർജിയുടെ കത്ത് വന്നിരുന്നു. ജർമ്മനിയിൽ മാനസിക രോഗത്തിന് ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. എന്ത് വില കൊടുത്ത് നോക്കി മരുന്ന് വാങ്ങണം. തലയിലെടുത്ത് തുടച്ചു മാറ്റിയാൽ മാറുമോ മോനെ? എല്ലാം നമ്മുടെ വിധി. എല്ലാരും കൂടെ എന്നെ കൊല്ലുവല്ലേ? എല്ലാരും കൂടെ എന്നെ കൊല്ലുവല്ലേ? എല്ലാവരും കൂടെ എന്നെ കൊല്ലുവല്ലേ? എല്ലാവരും കൂടെ എന്നെ കൊല്ലുവല്ലേ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ചങ്ങലയിൽ കിടക്കുന്ന ഭ്രാന്തനാണ്. അടുത്തിയന്തല്ലേ പുന്നാരം. എന്തിനാ എന്നെ അടിച്ചത്? കൊല്ലാനാണോ?
ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? എന്നെ അടിക്കരുത് ചേട്ടാ, ഞാൻ പാവാണ്. ഇല്ല, നിന്നെ ഇനി ഞാൻ ഒരിക്കലും അടിക്കൂല. നീ എന്നോട് ക്ഷമിക്കൂ. ഡോക്ടർ ആശയോട് പുറത്തു പോകാൻ പറയൂ, പുറത്തു പോകാൻ പറയൂ, പുറത്തു പോകാൻ പറയൂ, പുറത്തു പോകാൻ പറയൂ. നല്ലതേ, എന്തായാലും ഭയങ്കര ധൈര്യം തന്നെ. സമ്മതിച്ചിരിക്കുന്നു. എന്താ ഒരു പുതിയ ധൈര്യം കണ്ടത്? ഓരോരുത്തർ പ്രേമിക്കുന്നത് ഒളിച്ചും മറിഞ്ഞും കണ്ടും കാണാതെയും ഒക്കെയാണ്. നമ്മുടെ പ്രേമം പബ്ലിക് പാർക്കിലും റോഡിലുമാണ്. ഇതിന്റെ പ്രത്യേകത മാധവിന് അറിയാഞ്ഞിട്ടാണ്. അതെന്താ? ഒളിച്ചും പതുങ്ങിയും പ്രേമിച്ചാൽ ഈ ന്യൂസ് നമ്മുടെ അച്ഛനമ്മമാരുടെ ചെവിയിലെത്തി. ഇങ്ങനെ ആവുമ്പോ വയർലെസ് മാറി സംഗതി എങ്ങനെ എത്തിയാലോ? ഇമ്മീഡിയറ്റ് മാരേജ്. മോള് ഭാഗ്യവതിയാ. 6-7 പെൺപിള്ളാരുടെ ഫോട്ടോയുടെ ഇടയുന്ന പ്രൊഫസർ സാറിന്റെ മോൻ മാലതിയുടെ ഫോട്ടോ തെരഞ്ഞെടുത്തതല്ലേ? എന്നെ എന്റെ ഭാഗ്യവാ. എന്ന് മാത്രമല്ല, ഫോട്ടോയുടെ പുറകെ നൈസ് ഗേൾ എന്ന് എഴുതി വെക്കുകയും ചെയ്തു. മോളെവിടെ? പെണ്ണിന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയണ്ടേ? ഓ, ഒന്നും അറിയാനില്ല. പ്രൊഫസർ സാറിന്റെ മോനാന്ന് അറിഞ്ഞാ പിന്നെ എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനാ? ആ, എങ്കിൽ ചെറുക്കനും കൂട്ടനും മറ്റൊന്നാ പെണ്ണ് കാണാൻ പറ്റും. ശരി. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഓ, ടീപ്പായിലേക്ക് വെച്ചോളൂ. ഇത്രയ്ക്ക് നാണിക്കാനെത്തിരിക്കുന്നു. ഇനി ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ? വലിയ പരീക്ഷയൊക്കെ പാസ്സായ ഡോക്ടറാ. എന്താ മോളെ? മലതി, നീ ഇത്ര മഠയായിപ്പോയല്ലോ കുട്ടി. വിശ്വനും നീയും തമ്മിൽ സ്നേഹമാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ വിട്ടുവീഴ്ച ഞാൻ കെട്ടുമായിരുന്നില്ല. അതുപോട്ടെ, ഏതായാലും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടക്കട്ടെ. മാലതി ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. മാലതി ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. മാലതി, ഈ ഇഞ്ചക്ഷൻ കൊടുത്താൽ ഉറങ്ങിക്കൊള്ളൂ. വിശ്വം കൈ നീട്ടു. അയ്യോ മാലതി, ഒച്ച വെക്കരുത്. ഇനി മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കൊള്ളൂ. സാർ മേറ്റർ, അത് മനസ്സിലായി. എഴുതി തീർക്കാതെ വെറും കടലാസ് തരാൻ പറ്റുമോ? പോയിട്ട് വരണം. നമസ്കാരം. നിങ്ങളോടാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ മന്ത്രിയുടെ. അയ്യോ ക്ഷമിക്കണം, ഞാൻ അല്പ തിരക്കിലായിപ്പോയി. മന്ത്രിയുടെ ആളാണെന്ന് അറിഞ്ഞില്ല. മന്ത്രിയുടെ ആളെന്നോ? അതെന്താ പറയരുത്. ചേട്ടാ, മന്ത്രിയുടെ ആളെന്ന് പറഞ്ഞ അസംബന്ധമാണോ? ഞാൻ മന്ത്രിയുടെ വീട്ടിൽ ചെന്നാലും എനിക്ക് ചീറ്റുണ്ടെന്ന് പറയാൻ വരികയായിരുന്നു. ഓ ഓ ഓ എന്ന്. അല്ല, മനസ്സിലായില്ല. കേട്ടിട്ടില്ലേ? ഞാനാണ് സാമൂഹ്യ സേവിക ശ്രീമതി സാന്താ നായർ. അയ്യോ, അദ്ദേഹമാണോ ഇദ്ദേഹം? എന്നോട് ക്ഷമിക്കണം. ഇങ്ങോട്ടിരുന്നാട്ടെ. ഈ പേപ്പർ ഒന്ന് നോക്കൂ. ഇതിൽ ചേർത്തിരിക്കുന്നത് എന്റെ ഫോട്ടോയാണ്.
ഞാൻ ഇതിനു വേണ്ടി 50 രൂപ ചെലവാക്കി എടുത്ത പുതിയ ഫോട്ടോയാണ് നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവന്ന് തന്നത്. അല്ല, ഇത് ഇങ്ക് അധികമായോണ്ട് പറ്റിപ്പോയത്. അല്ല, 10-25 കോപ്പി ഞാൻ പല കടകളിൽ നിന്ന് വാങ്ങി നോക്കി. എല്ലാം ഇങ്ങനെ തന്നെയാ. എന്തോ അബദ്ധം പറ്റിപ്പോയതാ. ഇനി ഇങ്ങനെ വരാൻ ഞങ്ങൾ സൂക്ഷിച്ചോളാം. എന്തോന്ന് അബദ്ധം? ഇങ്ങനെയാണെങ്കിൽ എന്റെ ഫോട്ടോ ഞാൻ തന്നെ അടുപ്പിച്ച് തന്നേനെ. ഓ, ഒരു പത്രം നടത്തുന്നു. രവി, രവി, സത്യം പറയണം, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മുടെ ബ്ലോക്ക് മേക്കർ ആ സ്ത്രീയുടെ ഫോട്ടോ സമയത്ത് കൊണ്ടുവന്നില്ല സാർ. പിന്നെ പോയ കൊല്ലം ശയന പ്രദർശനത്തിന്, ശയന പ്രദർശനമല്ല, ശ്വാന പ്രദർശനം. അതെ, ആ പ്രദർശനത്തിന് 1ാം സമ്മാനം കിട്ടിയ പട്ടിയുടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു സാർ. അത് ഞാൻ പിന്നെ തറയിലിട്ട് ഉരച്ച് വളരെ പ്രയാസപ്പെട്ട് മിഷനിൽ കയറ്റി അങ്ങ് അടിച്ചു സാർ. ആഹാ, എന്നാൽ ആ പട്ടിയുടെ ബ്ലോക്ക് അതുപോലെ ചേർക്കാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ സാധാരണ എല്ലായിടത്തും ചെയ്യാറുള്ളതാണ് സാറേ. ഇങ്ങനെയൊക്കെ ചെയ്യാതെ പത്രം നടത്താൻ ഒക്കില്ല. അല്ലാതെ തന്നെ പത്രം നടത്താമെന്ന് നോക്കട്ടെ, മേലാൻ ആവർത്തിക്കരുത്. ആ, റെഡിയാകുമ്പോ വിളിക്കാം. ശിവൻകുട്ടി, യെസ് സാർ. അതെ സാർ. ഇല്ല സാർ. ഓക്കെ സാർ. സമയത്തിന് വന്നില്ലെങ്കിലും ഉണ്ടല്ലോ. ആ, വരാം സാർ. ദേവി ദേവി മിഴികളിലോ മനസ്വപ്നവുമായി ഋതുകന്യക നീ വന്നു. മിഴികളിലോ മനസ്വപ്നവുമായി ഋതുകന്യക നീ വന്നു. പരിഭവമെഴുതിയ കാവ്യം പോലെ ദേവി നീ വന്നു. ദേവി നീ വന്നു. മിഴികളിലോ മനസ്വപ്നവുമായി ഋതുകന്യക നീ വന്നു. പരിഭവമെഴുതിയ കാവ്യം പോലെ ദേവി നീ വന്നു. ദേവി നീ വന്നു. മധുചന്ദ്രിക വിരിയും രാവിൽ നീയൊരു മുരളീ ഗാനമാ. മധുചന്ദ്രിക വിരിയും രാവിൽ നീയൊരു മുരളീ ഗാനമാ. നിദ്രയെമെല്ലയുണർത്തി കനവിൽ മുദ്രകൾ നൽകി മറഞ്ഞില്ലേ. മുദ്രകൾ നൽകി മറഞ്ഞില്ലേ. മിഴികളിലോ മനസ്വപ്നവുമായി ഋതുകന്യക നീ വന്നു. പരിഭവമെഴുതിയ കാവ്യം പോലെ ദേവി നീ വന്നു. ദേവി നീ വന്നു.
കവിതകൾ എഴുതുന്നു. മിഴികളിലോ മനസ്വപ്നവുമായി ഋതുകന്യക നീ വന്നു. പരിഭവമെഴുതിയ കാവ്യം പോലെ ദേവി നീ വന്നു. ദേവി നീ വന്നു. ദേവി നീ വന്നു. ദേവി നീ വന്നു. മുറിയിലുണ്ട്. അവളോട് എന്തെടുക്ക കുസുമ ആ ഊണ് കഴിക്കണ്ടേ? എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? അവർക്ക് കാരണം വല്ലതും വേണോ? അയ്യോ, കാരണം എനിക്കറിയാം. വരുന്ന വഴിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ഒരു റെസ്റ്റോറന്റ് വിളിച്ചു കയറ്റി കുറെ ബിരിയാണിയും കോഴിയിറച്ചിയും കട്ട്ലറ്റും പുഡിങ്ങും എല്ലാം കൂടെ വാങ്ങിച്ചു കൊടുത്തു. വിശപ്പ് കാണുകയല്ല. അത് ശരി, അങ്ങനെ പറയൂ. അയ്യോ വെറുതെ, എനിക്ക് ഒരേ ഒരു കാപ്പിയാ വാങ്ങിച്ചത്. വല്ലാതെ വിശക്കുന്നു. മതി, കാലായത്രയും മതി. ഒന്ന് വേഗം കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ ഇവിടെ പെര പൊളിക്കും കൊടുക്കുന്നത്. ചേട്ടൻ ഉറങ്ങാൻ കിടക്കുകയാണ്. അതിന് ഞാനെന്താ താരാട്ട് പാടണോ? ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കൂ. ചേട്ടൻ ഞെട്ടി ഉണരുന്നു. ചേട്ടനൊന്നും ഞെട്ടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് പറയൂ. എന്താ കുസുമം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുസുമത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത്രയും സ്നേഹമുള്ള ഒരു ചേട്ടനെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കണം. ഞാൻ അനുഭവിക്കുന്ന വേദനകൾ പോരാഞ്ഞിട്ടാണോ നീ പറയുന്നതൊക്കെ? പരിഹാസത്തിന് ഒരു അതിരുണ്ട്. പരിഹസിക്കുന്ന ഞാനല്ല, നാട്ടുകാരാ. നാട്ടുകാരോ? നാട്ടുകാരെന്നെ എന്തിനു പരിഹസിക്കണം? അതും ഞാൻ തന്നെ പറയണോ? നിങ്ങളുടെ ഭർത്താവിന് ബുദ്ധിസ്ഥിരത ഇല്ലാതായിട്ട് കൊല്ലം 3 കഴിഞ്ഞു. ഇനിയും അത് ഭേദമാവില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുകയും ചെയ്യാം. എന്റെ ഭർത്താവ് നിന്റെ ചേട്ടനല്ലേ? അദ്ദേഹത്തെ കുറിച്ച് ഇത്ര ക്രൂരമായിട്ട് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഓ, ഞാൻ സംസാരിക്കുന്നതാണ് തെറ്റ്, നിങ്ങൾ പ്രവർത്തിക്കുന്നതല്ല. വിശ്വേട്ടന്റെ കാലം കഴിഞ്ഞിട്ട് വല്യേട്ടന്റെ ഭാര്യയാകാൻ നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് ആളുകൾ പറയുന്നത്. അത് ഏതാണ്ട് ശരിയാ. അതുകൊണ്ടല്ലേ ഇവിടുന്ന് പോകാതെ കയറി കിടക്കുന്നത്, മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ. വിശ്വം, പേടിക്കണ്ട, ഞാനാണ്. അയ്യോ, ഐ ആം വെരി സോറി. ചെക്ക് മാറാനാണെങ്കിൽ ഇന്ന് ക്ലിയറൻസ്. റിസർവ് ബാങ്ക് സമരത്തിലാണ്. നാളെ എന്നെ എന്തിനാ കെട്ടിവെച്ചിരിക്കുന്നത്? മരതി, മരതി, വിശ്വന, മരതി, ജീവിതത്തിൽ പലപ്പോഴും കരയേണ്ടതായി വരും. ജീവിതം തന്നെ കരച്ചിലായാലോ? വിശ്വനെ ചികിത്സിക്കാൻ ഞാനുണ്ട്, ശുശ്രൂഷിക്കാൻ നീയും. ഒരു കാര്യം തീർച്ചയാണ്, എന്റെ അനുജനെ ഞാൻ രക്ഷപ്പെടുത്തും. നീ എങ്ങോട്ടാ പെട്ടിയും കൊണ്ട്? പെട്ടിയും കൊണ്ടാ ഞാൻ വന്നത്. കോളേജിലേക്കായിരിക്കും. അതെ. എന്താ ഇത്ര പെട്ടെന്ന്? ഇവിടുത്തെ ഭരണക്കാർക്ക് ഞാനൊരു ശല്യമാണ്. വരുമ്പോഴൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ട് നീ മടങ്ങും. ഇനി വരാതിരിക്കാൻ വേണ്ടി എല്ലാരും കൂടി പ്രാർത്ഥിക്കണം. ഉസ്മേ, യു ആർ ഗോയിങ് ടു ഫാർ. വാത്സല്യവും ലാളനയും കുറെ കൂടിപ്പോയി. നാക്കെടുക്കാൻ തോന്നിയ ആ സമയം പറയും. മറ്റു വീട്ടിൽ പോയി ജീവിക്കേണ്ട പെണ്ണല്ലേ നീ? നിൽക്കൂ, എഴുതി നിൽക്കാൻ. ഇവിടെ വരും. പെട്ടി താഴെ വയ്ക്കൂ. എത്ര മണിക്കാണ് നിന്റെ ബസ്? 2:30. നീ ഊണ് കഴിച്ചോ? എനിക്ക് വിശപ്പില്ല. എന്നാലേ വിശപ്പ് വന്ന് ഊണ് കഴിച്ചിട്ട് പോയാ മതി, മനസ്സിലായോ? കുസുമ, എന്താ ഇത്? മസൂരി. അല്ലല്ല, അപസ്മാരം. വിഷമിക്കണ്ട, ഞാൻ ചികിത്സിച്ചോളാം. ഓ, അത് ശരി. ചേട്ടൻ ഡോക്ടർ ആയോണ്ടായിരിക്കും.
ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക, കുഞ്ഞിന്റെ നാളെന്താ? 918. അയ്യോ എന്റെ ദൈവമേ, നിന്റെ കൂട്ടുള്ള പെൺപിള്ളാരോട് സംസാരിക്കണമെങ്കിൽ കയ്യിൽ 2 സാധനം വേണം. ഒരു കൈ നീതിസാരം, മറ്റേ കൈ ചാട്ടവാറ്. വെറുതെ അതെ അതെ, പ്രാന്ത് പിടിച്ച കുരങ്ങ് കള്ളു കുടിച്ചു, കൂടെ തേളും കടിച്ചു. എന്താ സ്ഥിതി? ഇത് തന്നെ. ഇവിടെ വാ. ആ കസേര എടുത്തു വയ്ക്കാൻ. ആഹാ, പുസ്തകം എടുത്ത്. ആ ലക്ഷ്മിയാരത്തെ കൂടെ നിന്റെ കൂടെ താമസിപ്പിച്ചില്ലായിരുന്നല്ലേ? എന്തായിരുന്നു ഗതി? ഒത്തിരി ക്ഷീണിച്ചാണ് അല്ലയോ? അതൊക്കെ എന്ന് ഒരു ചായ എടുത്ത് കുടിച്ച് ഒരു നല്ല ചായ എനിക്ക് മുണ്ട് ചെല്ലേ. മാറ്റൂരിലൊരു മണ്ണാങ്കട്ടിയില്ല. മാറ്റൂരില്ലാതെ നിങ്ങൾ സാർ പത്രം ഇറക്കുന്നു? ആ ഇക്കണക്കിന് താൻ പത്രം ഇറക്കാതിരിക്കുക നല്ലത്. സാർ അല്പ അലോഗ്യത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ വെള്ളം കുടിച്ചോണ്ടില്ല. ഇവിടെ തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതി തരുന്ന മാറ്റം വള്ളിപ്പുള്ളി മാറ്റം വരുത്താൻ പാടില്ലെന്ന്. ഞാൻ വള്ളിയും പുള്ളിയും ഒന്നും മാറ്റിയില്ല സാർ. വള്ളിയും പുള്ളിയും ഒന്നും മാറ്റിയില്ല, ഹെഡിങ് തന്നെ മാറ്റി. താനൊന്ന് വായിക്കാൻ. ഇവിടെ വായിക്കാൻ. കോളേജ് കുമാരിയുടെ പാവാടയിൽ രക്തം. ഇവിടെ വായിക്കാൻ. തിരു 13 ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് വിമൻസ് കോളേജിന്റെ മുൻവശത്തുള്ള റോഡിൽ ഒരു പെൺകുട്ടിക്ക് സ്കൂട്ടർ ഇടിച്ച് പരിക്ക് പറ്റിയിരിക്കുന്നു. ഇതിന് ഞാൻ തന്ന ഹെഡിങ് എന്തായിരുന്നു? റോഡ് വിപത്തുകൾ വർദ്ധിക്കുന്നു എന്ന്. താൻ അത് മാറ്റി കോളേജ് കുമാരിയുടെ പാവാടെ രക്തമെന്നാക്കി. വിട്ടുക്കൻ. എന്റെ പൊന്ന് സാറേ, നിങ്ങളെല്ലാം പഴയ 18ാം നൂറ്റാണ്ടുകാരാ. ഈ റോഡ് അപകടവും ആത്മഹത്യയും ഒന്നും ഇവിടെ പുതുമയുള്ള കാര്യങ്ങളല്ല. ഞാൻ കൊടുത്ത ഈ ഹെഡിങ് കാരണം ഇന്നലെ 1000 പൂവാലന്മാരെങ്കിലും നമ്മുടെ പത്രം പുതുതായി വാങ്ങി വായിച്ചിട്ടുണ്ട്. ഏതായാലും വൃത്തികെട്ട ഈ പുതുമയൊന്നും ഞാനിവിടെ ഉള്ളിടത്തോളം കാലം വേണ്ട. പോണം. ഹലോ, യെസ്, ശിവൻകുട്ടി ഹിയർ. അതെ, മാലതിയോ? ഞാൻ വൈകിട്ട് വരാം. ആ, വിഷയം വിശേഷമൊന്നുമില്ല. ഓക്കെ. മാലതി എന്തിനാ എന്നെ വിളിച്ചത്? എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താണ്? ഇവിടെ താമസിച്ചാൽ വിശ്വന്റെ രോഗം മാറില്ല. പിന്നെന്ത് ചെയ്യാൻ പോന്നു? അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അമ്മാവനെയും ചേട്ടനെയും നിർബന്ധിച്ച് വിശ്വനെ എന്നോടൊപ്പം എന്റെ വീട്ടിലേക്ക് വിടാൻ ശിവൻകുട്ടി സഹായിക്കണം. മാലതിയുടെ വീട്ടിലേക്കോ? അതെ, അല്ലെങ്കിൽ എന്റെ വിശ്വം മരിച്ചു പോവും. സഹായിക്കും പ്ലീസ്. മാലതി എന്താ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശിവൻകുട്ടി എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇരിക്കൂ. ചേട്ടാ, എന്താ ശിവൻകുട്ടി? മാലതി ഒരു കാര്യം പറയാനാ എന്നെ വിളിച്ചത്. എന്താണ്? വിശ്വത്തിനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ ചേട്ടൻ അനുവദിക്കണം. പെട്ടെന്ന് അങ്ങനെ തോന്നാൻ കാരണം? അറിയില്ല. മാലതിക്കും അവളുടെ വീട്ടുകാർക്കും വിശ്വത്തിനോട് തോന്നുന്ന സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹം ഞങ്ങൾക്ക് അവനോടുണ്ട്. അതറിയാഞ്ഞല്ല, അതുകൊണ്ട് മാലതിക്ക് മാനസികമായിട്ട് അല്പം ആശ്വാസം കിട്ടുന്നെങ്കിൽ. ഇംപോസിബിൾ. ശിവൻകുട്ടിക്ക് അറിയാമോ, എന്നും എന്റെ സഹപ്രവർത്തകന്മാരുമായും സീനിയേഴ്സുമായും അവന്റെ സൂക്കറിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. മെഡിസിൻസ് എത്ര വില കൂടിയതാണെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഇതാരെയും ബോധ്യപ്പെടുത്താനല്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ അനുജനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. പോകേണ്ടവർ പൊയ്ക്കൊള്ളട്ടെ.
എന്തോ പേടി സ്വപ്നം കണ്ടതാ. വെറുതെ ആദ്യമേ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചിട്ടാണ് കണ്ണുറങ്ങിക്കുള്ളൂ. വേണമെങ്കിൽ ആ വേലക്കാരി കൂടി വിളിച്ച് ഇതിനകത്ത് കിടത്തിക്കുള്ളൂ. ചെല്ലേ. മതി മതി. വിശ്വന് ആഹാരം കൊടുത്തു? ഇല്ല. ഈ മരുന്ന് 10 തുള്ളി വീതം വെള്ളത്തിലൊഴിച്ച് ആഹാരത്തിന് കൊടുക്കും. ഇന്നലെ തന്നെ ടാബ്ലറ്റും കൊടുക്കാൻ മറക്കണ്ട. ഇവിടെ വരൂ. നീ എന്തായി കാണിച്ചത്? വേഗം ഭ്രാന്ത് പിടിച്ചു. മരുന്നിന്റെ വില പോകട്ടെ. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ മരുന്നുകൾ വരുത്തുന്നത് നിനക്കറിയാം. അപ്പൊ ഞാൻ വഴി തന്ന എല്ലാ മരുന്നുകളും നീ ഇങ്ങനെയായിരിക്കും നശിപ്പിച്ചുള്ളത് അല്ലേ? പിന്നെ എങ്ങനെ അവന്റെ സോക്കേട് മാറും? നീ ഇവന് മരുന്ന് കൊടുക്കുന്ന ജോലി ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. ഇവിടെ ആരുമില്ലേ? ആരാവ്? പട്ടി? പട്ടിയോ? എങ്ങനെയാ? കടിക്കില്ലല്ലോ? പട്ടിയാണെങ്കിൽ കടിയും. അതോ? അല്ല തിരുവേനിയോ? വരണം. ഇവിടെ പട്ടിയെ വളർത്താറൊന്നുമില്ല. വരൂ. എന്താ പതിവില്ലാത്ത പോലെ? വിശേഷമൊക്കെ പറയാം. എന്താ ഒരു ചൂട്? മീനെ ചൂടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ എന്താ വിശേഷിച്ച്? പ്രൊഫസറെ ഒന്നാണ്ട് പരിഭ്രമിക്കാനോ എന്നാണ്ട് നിരീക്ഷിച്ചു. അതാ നാം ഒരു മുന്നറിയിപ്പും കൂടാതെ ഇങ്ങോട്ട് കയറി വന്നത് എന്നർത്ഥം. ലക്ഷ്യം ഒരു 50,000 രൂപയുടെ പിരിവാണ്. അത് വെച്ചോളൂ. പിരിവോ? എന്തിന്റെ പിരിവ്? ഈ പത്രത്തിന് കൊടുത്തിരുന്നൂലോ നോട്ടീസ്. അടുത്ത 10-ാം തീയതി മുതൽ 41 ദിവസത്തേക്ക് നമ്മുടെ ഭക്തിവിലാസം ബംഗ്ലാവിലെ പ്രസിദ്ധ അവതാര പുരുഷനായ സിദ്ധയോഗി അഗേഹാനന്ദ സ്വാമികൾ എഴുന്നള്ളി താമസിക്കാൻ പോളൂത്രേ. ഈ മനുഷ്യനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അത് കൂടുതലായി ഒന്നും എനിക്കറിയാൻ വയ്യ. അബദ്ധം പറയേ. അദ്ദേഹം മനുഷ്യനല്ല പ്രൊഫസറെ. അദ്ദേഹം സാക്ഷാൽ ഈശ്വരാവതാരമാണ്. നിറകുംഭത്തോടെ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കാനാ ഇപ്പോഴത്തെ പദ്ധതി. മാലതി ഒരു കാപ്പി. ക്ഷമിക്കണം. സത്യം പറഞ്ഞ സംബന്ധ വീട്ടിൽ നിന്ന് പോലും ഒരു തുള്ളി പച്ചവെള്ളം കൂടി നാം കഴിക്കാറില്ല. അപ്പോ നമുക്ക് വന്ന കാര്യം അങ്ങോട്ട് തീരുമാനിക്കാം. പിന്നെ ഈ സ്വീകരണ കമ്മിറ്റിയിലെ ജഡ്ജി അദ്ദേഹം, കലക്ടർ, താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. പിന്നെ കേന്ദ്രത്തിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നും ഈ 2 മന്ത്രിമാരും വരാം എന്ന് ഏറ്റിട്ടുണ്ട്. പക്ഷേ സ്വീകരണ കമ്മിറ്റിയിലെ ചെയർമാൻ പ്രൊഫസർ തന്നെയാണ്. അതിന് സംശയമില്ല. എന്താ? ഞാനോ? അതെ. ഇന്ന് 12 മണിക്ക് TV-യിൽ വെച്ച് ഒരു യോഗമുണ്ട്. കലക്ടർ അദ്ദേഹം വരുന്നുണ്ട്. പ്രൊഫസറെ പ്രത്യേകം വിളിച്ചു കൊണ്ടുവരാനായിട്ടാ നമ്മളെ ഏൽപ്പിച്ചിരിക്കണം. തിരുമേനിയിരിക്കൂ, ഞാനിപ്പോ വരാം. മഞ്ചൂത്തര കുഞ്ചത്തര കേളി തതനേ.
മഞ്ചൂത്തര കുഞ്ചത്തല തെളിപ്പത മഞ്ചൂത്തര കുഞ്ചത്തല മഞ്ചൂത്തര കുഞ്ചത്തല. ആര് പറഞ്ഞു അതെടുക്ക? തകർന്നു. ഒരു താജ്മഹൽ കൂടി തകർന്നു. ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പോയിക്കോളൂ. നിങ്ങൾ പുരുഷനാണ്. സംശയമില്ല. മോൻ കുടുംബം വെച്ചോണ്ടായിരിക്കും. മോൻ ഒരു നമ്പൂതിരിയാണ്. പിന്നെ പേടിക്കുന്നത് ഈ വിശ്വരൂപം കണ്ടപ്പോ മോൻ ഒന്ന് പേടിച്ചു പോയി, അത്രേ ഉള്ളൂ. അപ്പേ ആരാ? എന്നെ അറിയും. പണ്ട് എന്നെ കുതിരപ്പുറത്താണ് യാത്ര. നിങ്ങൾക്ക് ഭ്രാന്ത് ഇല്ല, ഇതേവരെ ഇല്ല. ഉണ്ട്. നിങ്ങൾക്ക് ഭ്രാന്തുണ്ട്. ശരിയാണ്. നോക്കും ഭ്രാന്തുണ്ടോ എന്നൊരു സംശയം. എങ്ങനെ തങ്ങളുടെ കാര്യം വേണോ അല്ലെങ്കിൽ കുഴപ്പമില്ല. കാട്ടിക്കൂട്ടണ പേര് മഹാമായ കാണിക്കുന്ന ബ്രഹ്മഹത്യാദി ബാബു ഇങ്ങനെയൊരു പ്രാന്തേ മയായോ. മകനെ അദ്ദേഹത്തെ ഒന്ന് കാണിക്കുക. ആ തേജസ് കണ്ടാ തന്നെ സൂക്കേടുകൾ മാറും. പത്രങ്ങളിൽ അദ്ദേഹത്തെ പറ്റി ധാരാളം വായിക്കാറുണ്ട്. എന്നാലും ഈ വക കാര്യങ്ങളിൽ എത്രത്തോളം വിശ്വസിക്കാനാവുമെന്നാണ് ഒരു 100% പ്രൊഫസർ അങ്ങോട്ട് വിശ്വസിച്ചോളൂ. സാക്ഷാൽ ഈശ്വരാവതാരം അദ്ദേഹം. അമേരിക്കയിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഒപ്പം ഒരേ സമയത്ത് സ്വാമിജിയെ കാണാൻ പറ്റൂത്രേ. ഇന്റർനാഷണൽ ഫിഗറാണ് എന്നർത്ഥം. ഈ പത്രക്കാർ അവരുടെ സരസ്വവിലാസം പത്രത്തിൽ ചമച്ചു വിടുന്നതായിരിക്കുള്ളൂ. എന്തായാലും അതൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ അമ്മാവ? എത്ര കാലം ഇങ്ങനെ ചെങ്ങലയിൽ പൂട്ടിയിടും? മാലതി, ഇത് 20-ാം നൂറ്റാണ്ടാണ്. വിദ്യാഭ്യാസമുള്ളവർ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വിട്ടിച്ചിരുന്ന് ഇടുമ്പോഴേക്കും എന്ത് മാർഗം അവലംബിച്ചായാലും അവന്റെ സൂക്കേട് അങ്ങനെ ഭേദമാക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ആവശ്യം. ഡോക്ടർ ഒന്നുകൊണ്ടും സംശയിക്കണ്ട. ഫോറിൻ ഡോക്ടർമാര് വരെ കൈവിട്ട എത്ര കേസുകളാണ് അദ്ദേഹം ഭേദാക്കിയിരിക്കുന്നത് അറിയോ? അദ്ദേഹം അമാനുഷനാണ്, അവധൂതനാണ്, സംശയം ചെയ്യാൻ. മാലതി വരൂ.
വെറും പണവും പബ്ലിസിറ്റിയും കൊണ്ട് ദിവ്യത്വം നേടിയ സ്വാമിയാണ് അയാൾ. യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത കാര്യങ്ങൾ വിശ്വസിച്ച് വിശ്വനെ അയാളെ ഏൽപ്പിക്കണമെന്നാണോ നീയും പറയുന്നത്? എന്റെ വിശ്വനെ എനിക്ക് തിരിച്ചു കിട്ടണം ചേട്ടാ. എനിക്ക് മറ്റൊന്നും അറിഞ്ഞൂടാ. വിശ്വന്റെ കാര്യത്തിൽ നിന്നേക്കാൾ അധികം വേദന അനുഭവിക്കുന്നവനാണ് ഞാൻ. എന്റെ ചികിത്സയിൽ പരിപൂർണ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിർബന്ധിക്കുന്നത്. എന്നെ വിശ്വസിക്കൂ. ഇതാ ഈ പുസ്തകം മനസ്സിരുത്തി വായിച്ചു നോക്ക്. ഡിഗ്രി എടുത്തൊരു പെൺകുട്ടിയില്ലേ നീ? നിന്റെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഇതിലുണ്ട്. Nice girl. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുന്നു. എന്താ? ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നു. അത് ഇനിയും മാലതിക്ക് മനസ്സിലായിട്ടില്ലേ? ഉണ്ട്. പിന്നെ ചോദിച്ചതിന്റെ അർത്ഥം? വിശ്വന്റെ രോഗം മാറരുതെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? മാലതി, അതെ ചേട്ടാ. ഒരു കാലത്ത് ചേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അന്ന് ഞാൻ എതിർക്കേണ്ടി വന്നു. എന്റെ മനസ്സ് മുഴുവൻ വിശ്വമായിരുന്നു. ചേട്ടൻ പിന്മാറി. ഞങ്ങളുടെ വിവാഹം നടന്നു. ഇന്നും ചേട്ടൻ അവിവാഹിതനായി കഴിയുന്നു. പക്ഷേ ചേട്ടന്റെ പിന്മാറ്റത്തിൽ അല്പം പോലും ആത്മാർത്ഥതയില്ലായിരുന്നു എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട്? ചികിത്സിക്കുന്നു എന്നുള്ള പേരിൽ ഇഞ്ചിഞ്ചായി ചേട്ടൻ എന്റെ വിശ്വനെ കൊല്ലുകയാണ്. മാലതി, ചേട്ടൻ ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നുവെങ്കിൽ എന്റെ വിശ്വത്തിനെ എനിക്ക് തിരിച്ചു കിട്ടിയേനെ. മറ്റാരെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ ചേട്ടന് ഇഷ്ടമല്ല. ചേട്ടൻ അതിനെ അനുവദിക്കൂല. ഞാൻ തീർത്തു പറഞ്ഞേക്കാം, എന്റെ വിശ്വത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ശവം പോലും മറ്റാരും കാണില്ല. ശിവകുട്ടി, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ ആ സിദ്ധയോഗിയെ കുറിച്ച് എഴുതിയ ലേഖനങ്ങളെ പുകഴ്ത്തിക്കൊണ്ടുള്ള കത്തുകളാണ് ഇതെല്ലാം. നമ്മുടെ ആഹ്വാനം ഒഴിച്ച് മറ്റെല്ലാ പത്രങ്ങളും അയാളെ അവതാര പുരുഷനെന്നും അവധൂതമെന്നും ഒക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതൊരു മാസ് ഹിസ്റ്റീരിയ. പുരോഗമന ചിന്താഗതിക്കാരെ രാഷ്ട്രീയക്കാർ പോലും അതിനെ എതിർക്കുന്നില്ല. അവരെങ്ങനെ എതിർക്കും? അടുത്ത ഇലക്ഷന് 100 വോട്ട് കുറഞ്ഞു പോയെങ്കിലും നമുക്ക് ഈ തട്ടിപ്പ് സ്വാമിയുടെ സകല പൊള്ളത്തരങ്ങളും വിളിച്ചത് കൊണ്ടുവരണം. ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ നമ്മുടെ ആഹ്വാനത്തിന്റെ സർക്കുലേഷൻ 1000 മടങ്ങ് കണ്ട് വർദ്ധിക്കും. സാർ എന്റെ പിന്നിലുണ്ടെങ്കിൽ അക്കാര്യം ഞാൻ ചെയ്യാം. ഒരു തലമുറയെ രക്ഷിക്കാനും കഴിയും. ഞാൻ എല്ലാം ശിവൻകുട്ടിക്ക് വിട്ടുതരുന്നു. സാറിന് അറിയാമോ, ശാസ്ത്രത്തിന്റെ പുരോഗതി ഒരു ഒബ്സ്റ്റക്കിൾ റേസാണ്. സയൻസ് കാളവണ്ടി യാത്ര ചെയ്യുമ്പോൾ അന്ധവിശ്വാസങ്ങളും മാമൂലുകളും വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. 41 ദിവസം കൊണ്ട് വിശ്വന്റെ അസുഖം പരിപൂർണമായി ഭേദപ്പെടുത്തി തരാവുന്ന സ്വാമിയുടെ അരുളപ്പാട്. ഞാൻ പഠിച്ചത് മന്ത്രവാദമല്ല, മെഡിക്കൽ സയൻസ് ആണ്. മെഡിക്കൽ സയൻസിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ അവനെ ചികിത്സിക്കുന്നത്. കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്ന് നീ കേട്ടിട്ടില്ല, അതെന്താ ഓർക്കാത്തത്? എന്നിട്ട് ഏതെങ്കിലും കുടത്തിൽ നിന്നും കുന്തം കണ്ടെടുത്തിട്ടുണ്ടോ അച്ഛാ? നിൽക്കൂ. ഇനി നിന്റെ ചികിത്സ തുടരണമെന്നില്ല. അച്ഛാ, ആശ്രമത്തിൽ പൂജയ്ക്കുള്ള സമയമായി. ഒരച്ഛന്റെ മനോനില അവന് മനസ്സിലാവും. ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല സന്യാസം. നിങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് ആസ്വദിക്കുക, ആഹ്ലാദിക്കുക. യാതൊരു വിധത്തിലും മനസ്സിന് നിയന്ത്രണം ഏർപ്പെടുത്തരുത്. തോന്നുന്നതെല്ലാം തോന്നുന്ന വിധത്തിൽ തോന്നുന്ന സമയത്ത് ചെയ്യണം. അപ്പോഴാണ് മനുഷ്യൻ പൂർണ്ണനാവുക. ദൈവീകം എന്നതിനെ ഞാൻ നിർവചിക്കുന്നത് പൂർണ്ണം എന്നാണ്.
മനുഷ്യന് ആ പൂർണ്ണത ലഭിക്കുന്നതിന് എന്റെ ആശ്രമ കവാടങ്ങൾ എന്നും എല്ലാവർക്കും വേണ്ടിയും തുറന്നിരിക്കും. എന്താണ്? ഇവളുടെ കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചു സ്വാമി. അത് മുതലാണ് നമുക്ക് ഈ സുഖം നാം മനസ്സിലാക്കുന്നു. ജഗദ്ഗുരു ലോകത്തിന്റെ ഏത് മൂലയിലും ഉണ്ട് ശിവൻകുട്ടി ഇത്തരം തട്ടിപ്പുകാർ. ഞാൻ ചോദിക്കുന്ന അതല്ലേ ഏട്ടാ, ഇത്തരം ക്രിമിനൽസിനെതിരെ ഗവൺമെന്റ് നടപടി എടുത്തുകൂടെ? ഗവൺമെന്റോ? ആ, എന്താ ലക്ഷ്മിയേട്ടത്തി ഇത്ര താമസിച്ചത്? ബസ് കിട്ടാൻ വൈകി. അച്ഛൻ ഇതിനെ ചേട്ടാ ഈ സ്വാമി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത് മഹാ കുറച്ചില് തന്നെ. ഏതായാലും ഈ പ്രവണത അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരു തലമുറ തകരും. ഡോക്ടറോട് പ്രൊഫസർ സാറ് ആശ്രമം വരെ ഒന്ന് ഓട്ടി വരാൻ പറഞ്ഞു. എന്താ കാര്യം? മാലടി തുള്ളി തുള്ളി ബോധം കെട്ടാൻ കിട്ടു തോന്നും. സ്വാമിജിയുടെ അത്ഭുത ബുദ്ധി കൊണ്ട് മുറുകുമോ ശബ്ദമോ ഒന്നും ഉണ്ടായില്ല. ഗന്ധർവമോ മാത്രമേ. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാൻ ചേട്ടാ. ശിവൻകുട്ടി ചെല്ലേ, പത്രത്തിൽ വല്ല പുതിയ വാർത്തകളും കിട്ടി. ഞാൻ ഉടനെ വരാം. വയസ്സായ കാലത്ത് അച്ഛന് വിഷമിപ്പിക്കരുത് മോളെ. ഉപദേശമൊന്നും വേണ്ട. ഒരാൾക്ക് ഭ്രാന്ത് വന്നെന്നും കരുതി വീട്ടിലുള്ള മറ്റെല്ലാവരും ഭ്രാന്തന്മാരാക്കണോ? നീ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ലക്ഷ്മി ഇവിടെ അകത്തേക്ക് കൊണ്ടു. കുറച്ചേരം കിടക്കട്ടെ. എന്ത് ഒന്നുമില്ല, ഒരു ചെറിയ ക്ഷീണം അത്രേ ഉള്ളൂ. അല്ലെങ്കിലും തുള്ളക്കാർക്ക് ക്ഷീണവും ബോധക്കേടും ഒക്കെ കൂടും. അച്ഛൻ എന്തിനുള്ള ഭാവമാണ്? ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയില്ല, ആളുകൾ നോക്കി ചിരിക്കാൻ തുടങ്ങി. പിന്നെ നിന്നെ കാണും ആളുകൾ കരയണമായി. ഈ ആളി കത്തുകയാണ്.
വെള്ളമൊഴിച്ച് കിടന്നിട്ട് എണ്ണ കൊണ്ടാണ് അഭിഷേക്. ഈ വീട്ടിൽ രാജന്റെ ഭാഗത്ത് ആളുകൾ കൂടുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കീഴടങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. ദേവി, ക്ഷേമാന്വേഷണാർത്ഥം ഭക്തജനങ്ങളുടെ ഗ്രഹങ്ങൾ സന്ദർശിക്കാൻ പോകുന്നില്ലേ? പരിചയപ്പെടുത്താൻ നമ്പൂതിരിയും കൂടെ വരും. ആകട്ടെ ഗുരുജി. ശരി, പോയിക്കൊള്ളൂ. പ്രസാദവും എടുത്തു. ജഗദ്ഗുരു ലോക സമസ്ത സുഖിനോ ഭവന്തു. ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ അടുത്തുകൂടി അയാളുടെ സകല തട്ടിപ്പുകളും ചോർത്തിയെടുത്തേനെ. അതെന്താ, പെണ്ണുങ്ങൾക്കല്ലേ ചോർത്തിയെടുക്കാൻ കൂടുതൽ സൗകര്യം? ദൈവങ്ങളെ പരിഹസിക്കരുത് മോളെ. ലക്ഷ്മിയെടുത്തി, ഞങ്ങൾ സംസാരിക്കുന്ന അല്പം ഘനമുള്ള കാര്യങ്ങളാണ്. അയാൾ സാക്ഷാൽ ഈശ്വരനാണെന്നാണ് ലക്ഷ്മിയെടുത്തിന്റെ വിശ്വാസം. ഏതായാലും കുസുമ ഇപ്പൊ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ മാലതിയുടെ ഭക്തിഭ്രാന്ത് അല്പം ഓവറാ. പേടിക്കണ്ട, ലക്ഷ്മിയെത്തി ഞാൻ നിയന്ത്രിച്ചോളാം. ആ, കാപ്പി കൊണ്ടുവരട്ടെ. അയ്യോ, നിന്റെ കൈ കൊണ്ട് വിഷം തന്നാൽ പോലും ഞാൻ കഴിക്കും. അതായത് ഞാൻ തരുന്ന കാപ്പി വിഷം പോലിരിക്കും അർത്ഥം. ഛേ, എനിക്ക് നിന്നോടുള്ള അഗാധമായ സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ, കൊണ്ടുപോവാ. മാലതിയുടെ അറിയില്ലല്ലോ, അകത്തുണ്ടാവും. വത്സനെ മനസ്സിലായില്ലല്ലോ. ശിവൻകുട്ടി എന്നാ പേര്, ഇവിടുത്തെ ഒരു ബന്ധുവാ. വളരെ ആഹ്ലാദം. കഞ്ചവിലോചന, കാമസംവർദ്ധന. എന്റെ നാമം ഗായത്രി ദേവി, സ്വാമിയുടെ പ്രധാന ശിഷ്യ. അന്തേവാസികളിൽ വനിതാ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യ സന്യാസിനി. ഓ, ഇന്നലെ പൂജാ സമയത്ത് തുള്ളി കൽപ്പന പറയുന്ന കണ്ടു. ശരിയാണ്. ചിലപ്പോൾ അറിയാതെ എനിക്ക് പാദം മുതൽ ഒരു വിറയൽ വരും. അയ്യോ, അതൊരു തരം രോഗമാണല്ലോ. നോനോ, അല്ല. വൃന്ദാവനത്തിലെ രാധയുടെ അവതാരമാണ് ഞാൻ. മുരളീധരൻ എന്റെ മനസ്സിൽ വന്ന് പറയുന്നു, നൃത്തം ചെയ്യൂ എന്ന്. ഞാൻ അറിയാതെ എന്റെ പാദങ്ങൾ ചലിക്കുന്നു. ഈ വത്സനാരാ? ഈ വീട്ടിലെ മൂത്ത വത്സന. ഓ, വളരെ ആഹ്ലാദം. കൃഷ്ണ, മുകുന്ദ, മുരാരി. എന്താ നിൽക്കുന്നത്? 10 വത്സനൽ എന്നോട് കൽപ്പിക്കുന്നു വത്സ. ഞാനത് അനുസരിക്കുന്നേ ഉള്ളൂ. എനിക്ക് നേരമായി, ഞാൻ വരട്ടെ. അയ്യോ, വത്സൻ പോവുകയാണോ? എന്താ വത്സ നിൽക്കുന്നത്? അയ്യോ, ബഹുമാനം കൊണ്ടാ. വത്സൻ ഇരിക്കും. എന്നെ ശിവൻകുട്ടി എന്ന് വിളിച്ചാൽ മതി. വത്സൻ എന്ന് പറയുന്നത് ഈ നാട്ടിലൊരു പലഹാരത്തിന്റെ പേരാ. ദേവി എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഇതാ പ്രസാദം. വിശ്വന് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ ദേവി. എങ്ങനെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ആ വിവരം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പൂജ കഴിഞ്ഞ് സ്വാമിജി ഇങ്ങോട്ട് എഴുന്നള്ളി വിശ്വനെ ഇവിടെ വെച്ച് ദർശിക്കാമെന്ന് അരുളപ്പെട്ടത്. വളരെ ഉപകാരം. കൃഷ്ണൻകുട്ടി ആശ്രമത്തിലേക്ക് വരുന്നില്ലേ? കൃഷ്ണൻകുട്ടിയല്ല, ശിവൻകുട്ടി. ഓ, മറന്നു വത്സ. വത്സ ഇല്ല, ശിവൻകുട്ടി. നിങ്ങളെപ്പോലുള്ള യുവഭക്തന്മാർക്ക് ആശ്രമത്തിൽ എപ്പോ വേണമെങ്കിലും വരാം. അവിടെ പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അല്ല, പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയാം. വരാം. വരണം. എന്താണ് ഈ കാണിക്കുന്നത്? മാലതിക്കുഞ്ഞ് പറഞ്ഞു ഇതെല്ലാം ചുവരിൽ തൂക്കിയിടാൻ. വേറൊരു കാലണ്ടറും കിട്ടിയില്ല അല്ലേ? ഇനി ഈ വീടും ഒരാശ്രമമാക്കാനായിരിക്കും ഭാവം. എന്താ, പിടിച്ചില്ലേ? ഇനി ഇതിന്റെ പേരിൽ എനിക്ക് ദൈവശാപം കിട്ടിയാൽ അത് ഞാൻ സഹിച്ചോളാം. വിശ്വനെ വിളിക്കട്ടെ സ്വാമി. ജഗദ്ഗുരു കൊണ്ടുപോയി മാലയും കൂടെ ഒക്കെ വരും.
വിശ്വം ഇവിടെ വരൂ. അവിടെ ഇരിക്കൂ. എന്ത് നല്ല കുട്ടിയാണ് വിശ്വം. ജഗദ്ഗുരു, ഒരു കുഴപ്പവും കാണിക്കാതെ അകത്ത് പോയി കിടക്കൂ. പ്രൊഫസർ, വിശ്വനെ അകത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. തൽക്കാലം ചങ്ങലയിൽ തന്നെ കിടക്കും. ആശ്രമത്തിൽ നിന്നും നാം പ്രസാദം കൊടുത്തയക്കും. ആഹാരമായി അത് മാത്രം കൊടുത്താൽ മതി. ശരി, വരുമോ ബാലജി? ദേവി, സ്വാമി, ഒരു നിലവിളക്ക്. 5 തിരികൾ വേണം. ഏർപ്പാട് ചെയ്തോളാം. നിലവിളക്ക് എങ്ങനെയാ ഇല്ലേ? രണ്ടല്ലോ. 5 പിരി വേണം. 5 പിരീസ് വേണം അർത്ഥം. മോളെ കുറിച്ച് അവിടെ വരും. ആ ലക്ഷ്മിയോടെ വിളക്ക് തിരിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ലക്ഷ്മിയോ? അതെ. ആരാ ഈ ലക്ഷ്മി? എന്ന് പറയുന്നത് ഇവിടുത്തെ വേലക്കാരിയാ. നിലവിളക്ക് മഹാലക്ഷ്മിയാണ്. ഇത്തരം സന്ദർഭങ്ങളില് ഈ നിലവിളക്ക് വേലക്കാരി ലക്ഷ്മിയെ കൊണ്ടങ്ങോട്ട് സ്പർശിക്കാന്ന് വെച്ചാൽ ഈശ്വരന്റെ മുൻപിൽ വലിയവനെന്നും ചെറിയവനെന്നും വ്യത്യാസമില്ല. നിന്തിരുപടി ക്ഷമിക്കണം. അസാരം ഓർത്തഡോക്സ് ആയതുകൊണ്ടാ ആ ശങ്ക ഉണ്ടായത്. ഇപ്പൊ ആ വൈക്രമ്യം ഈ നിലവിളക്ക് നിന്തിരുവടിയുടെ മുമ്പിൽ വെച്ച് തൃപ്പാദം തൊട്ട് അത് നമസ്കരിക്കൂ. എന്താ ഇത്? ഈ സ്ത്രീക്ക് എന്തോ പ്രേതബാധയുണ്ട്. ജയ് ഗുരു, ജഗദ്ഗുരു. നമ്മെ വിമർശിച്ചെഴുതുന്ന ലേഖനങ്ങളെല്ലാം തന്നെ നാം കാണുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിയെ നാം മാനിക്കുന്നു. താങ്ക്സ്. ശിവൻകുട്ടിക്ക് നമ്മോട് ഇത്ര വിരോധം തോന്നാനുള്ള കാരണം? വ്യക്തിപരമായി ഒരു കാരണവുമില്ല. നിങ്ങളുടെ ദിവ്യശക്തി വിശ്വാസമില്ലെന്ന് മാത്രം. വിശ്വാസവും അവിശ്വാസവും വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. സംശയമില്ല. പക്ഷേ അതിന്റെ പേരിലുള്ള ചൂഷണത്തെ ഞാൻ എതിർക്കും. മുഖത്ത് നോക്കി ധീരമായി സംസാരിക്കുന്നവരെ നമുക്കിഷ്ടമാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ചിന്താക്കുഴപ്പം നിങ്ങൾ ഈ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ജഗദ്ഗുരു, അതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ്. നിരാശ്രയർക്ക് അഭയം നൽകാനാണ് നമ്മുടെ ശ്രമം. ദേവി, പാരിതോഷികം കൊണ്ടുവരൂ. ഇത് സ്വീകരിക്കൂ. എന്താണിത്? സ്വർണ്ണപ്പേന, നമ്മുടെ ഒരു സമ്മാനം. ക്ഷമിക്കണം, അർഹതയില്ലാത്ത സമ്മാനം ഞാൻ സ്വീകരിക്കാറില്ല. അർഹത നിശ്ചയിക്കേണ്ടത് കൊടുക്കുന്നവരല്ലേ? വാങ്ങുന്നവർക്കും അതിൽ പങ്കുണ്ട്. ഏതായാലും ഈ സമ്മാനങ്ങൾ ഉണ്ടെന്ന് വലിയ കാര്യമില്ല. കഴിയുമെങ്കിൽ നിങ്ങളുടെ ദിവ്യശക്തി കൊണ്ട് ഈ നാട്ടിലെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുക. സാധാരണക്കാരന് ജീവിക്കാൻ ഒരു വഴി തെളിച്ചുകൊണ്ട് ഞങ്ങൾ കൂട്ടത്തോടെ നിങ്ങളുടെ ഭാഗത്തേക്ക് വരാം. മഠയനായ കുട്ടി, അതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങളാണ് നാം ഈ ലോകത്തിന് ചെയ്യുന്നത്. നിത്യശാന്തി,
നിത്യസുഖം. ഒരു ദിവസം നമ്മുടെ ആശ്രമത്തിൽ കഴിഞ്ഞു നോക്കൂ. അതിനെന്നെ കിട്ടില്ല. നിങ്ങളുടെ പാരിതോഷികം ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി സൂക്ഷിക്കണം ശിവൻകുട്ടി. കഴിയുന്നതും അസമയത്തുള്ള യാത്ര ഒഴിവാക്കണം. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. അത് പൗരുഷത്തോടായാൽ അന്തസ്സല്ലേ ചേട്ടാ? ഏതായാലും വിശ്രമിക്കും. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നേരമായി. വരൂ കുസ്മ. ആവശ്യമില്ലാത്ത ഈ വാശിയാണ് കുഴപ്പങ്ങൾക്കൊക്കെ കാരണം. ഓ, സമ്മതിച്ചു. പോയാട്ടെ. ആ, അല്ലെങ്കിൽ വേണ്ട. സാർ ഉപകാരം ചെയ്യാമോ? സ്വാമി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യന്റെ കള്ളത്തരം വെളിച്ചത്താക്കാൻ 1-2 ലേഖനങ്ങൾ ഉടനെ എഴുതാനുണ്ട്. ഞാനത് പറഞ്ഞുതരാം. ഒന്ന് എഴുതി തരാമോ? അല്ല, കൈവയ്യാ ഞാൻ. അദ്ദേഹത്തെ കുറിച്ച് ഇനിയും വൃത്തികേടുകൾ എഴുതാനോ? എന്താ? ഓ, ബാക്കിയുള്ള ഒരു കൈയും കൂടി ഓടിക്കുമായിരിക്കും. എന്റെ ജീവൻ പോയാലും ഇത്തരം കള്ളസന്യാസികളെ ഞാൻ വെറുതെ വിടില്ല. ഈ എതിർപ്പ് തുടരുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുസ്മേ, നീ എന്തായി പറയുന്നത്? നിനക്ക് എന്തു പറ്റി? ദേവി, ആഹ്വാനം പത്രത്തിന്റെ പത്രാധിപർ ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയാണ്. അയാളെ വേണ്ടതുപോലെ ഉപചരിക്കണം. ഉത്തരവ് സ്വാമിജി. ആത്മദീപം തെളിയട്ടെ, അജ്ഞതയുടെ അന്ധകാരത്തിൽ നവ്യപ്രകാശധാരയൊഴുകട്ടെ. മനസ്സേ കാലം തീർത്ത വിലങ്ങുകൾ വലിച്ചെറിയൂ, പുതിയൊരു ഷസ്സിനെ വരവേൽക്കൂ. ഇതാണ് സ്വർഗം.
ഇതാണ് സ്വപ്നതീരം. ആനന്ദം ജന്മസാഫല്യം സ്വാതന്ത്ര്യം നിത്യസായുജ്യം ജീവിതഗംഗയിൽ നീരാടാം വിഷാദഭാവങ്ങൾ മറക്കാം നമുക്കൊരു സ്വരം ഒരേ മനം ആനന്ദം ജന്മസാഫല്യം സ്വാതന്ത്ര്യം നിത്യസായുജ്യം. ഇവിടെ സുഖരസതാളങ്ങളോടെ ജന്യമൃതിയെന്നും നിൽക്കൂ. അലിയാം ജീവന്റെ ലഹരിയെന്നൊരു ഹൃദയ സംഗീതലയമായി ആനന്ദം ജന്മസാഫല്യം സ്വാതന്ത്ര്യം നിത്യസായുജ്യം. മുകിലിൻ മുഖപടമണിയാതെ നിൽക്കും ദിനകര ബിംബം പോലെ പഴയ വിശ്വാസ മുഖമില്ലാതെ പകരു പ്രകാശധാര ആനന്ദം ജന്മസാഫല്യം സ്വാതന്ത്ര്യം നിത്യസായുജ്യം. ആനന്ദം ജന്മസാഫല്യം സ്വാതന്ത്ര്യം നിത്യസായുജ്യം. നിത്യസായുജ്യം ഒന്ന് കുരയ്ക്കും അല്ലെങ്കിൽ വാലാട്ടും. അത്രക്കാരുമായിട്ട് നിങ്ങൾ ഇടപെട്ടിട്ടുള്ളൂ, ഞാൻ അത്രക്കാരനല്ല. നിങ്ങളുടെ കഴിവിനെയും യോഗ്യതയും കുറിച്ച് നിങ്ങളെക്കാൾ ബോധവാനാണ് ഞാൻ. പക്ഷേ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നില്ലേ? ഇല്ല, ഉറച്ചു നിന്ന് ആവുന്നത്ര ഉച്ചത്തിൽ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശിവൻകുട്ടിക്ക് അറിയാമോ, പ്രസിദ്ധങ്ങളായ എല്ലാ പത്രങ്ങളും ഇന്ന് ആഹ്വാനത്തെ വിമർശിക്കുന്നു, പുച്ഛിക്കുന്നു. അവരെല്ലാം തന്നെ നമ്മളുടെ ശത്രുക്കളായി മാറിയിരിക്കുന്നു.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്. ഏതായാലും എന്റെ മനസ്സിന്റെ ഭാഷ ഞാൻ തുറന്നില്ല. ശിവൻകുട്ടി അല്പം കൂടി ആലോചിക്കും. നമുക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും തരാമെന്ന് സ്വാമി എന്നോട് തുറന്നു പറഞ്ഞു. പണം നമുക്ക് കച്ചില്ലല്ലോ. ക്ഷമിക്കണം സാർ, എനിക്ക് നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിപ്പോയി. ശിവൻകുട്ടി വീണ്ടും എന്നെ തെറ്റിദ്ധരിക്കുന്നു. അനിയ, നീ ലോകമെന്തെന്നറിയാത്തവനാണ്. ഇവിടെ പണമുണ്ടെങ്കിൽ എന്ത് നേടാം? നേടിക്കോളൂ സാർ. പക്ഷെ ഞാൻ ഈ ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ഞാൻ എതിർക്കും. പൊതുജനങ്ങളെ ചൂഷണം ചെയ്യാൻ അനുവദിക്കുകയില്ല. വിരോധം ഉണ്ടെങ്കിൽ നമുക്ക് ഈ നിമിഷം ഇവിടെ വെച്ച് പിരിയാം. പറയും, എന്തു വേണം? ശിവൻകുട്ടി തന്നെ തീരുമാനിക്കും. യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ചിരുട്ടാക്കാൻ എനിക്ക് സാധ്യമല്ല. നമസ്കാരം. ശിവൻകുട്ടി, നീ കാണിച്ച കുറച്ച് അവിവേകമായി പോയി. സാറുമായി ഒരു തർക്കത്തിൽ ഏർപ്പെടാൻ എനിക്ക് ഇഷ്ടമല്ല. ആ സന്യാസിയെ പറ്റി ഇനി മറ്റു പത്രങ്ങൾ എഴുതാൻ ഞാൻ ശ്രമിക്കും. അയാളെ ഒരു ദൈവമായി കരുതുന്നവരോട് എനിക്ക് സഹതാപമാണ്. മഹാന്മാർക്ക് ഏത് കാലത്തും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. പുരോഗമന ചിന്താഗതി എന്താണെന്ന് ഞാൻ പഠിച്ചതേ സാറിൽ നിന്ന. ആ സാറിന് ഇങ്ങനൊരു മാറ്റം. ശിവൻകുട്ടി, ഞാനൊരു അച്ഛനാണ്. രാജനും വിശ്വനും എന്റെ മക്കളാണ്. ഒരു മകന്റെ അഭിമാനത്തിനും പരീക്ഷണത്തിനും വേണ്ടി മറ്റൊരു മകനെ ബലി കൊടുക്കാൻ ഒരച്ഛനും തയ്യാറാവില്ല. ഇതാണോ മുരളീധരന്റെ താമസ സ്ഥലം? മുരളീധരന്റെ അല്ല, ശിവൻകുട്ടിയുടെയാണ്. ഓ, ശിവൻകുട്ടിയുടെ. ഓ, തിരുമേനി, ഇവിടെ നിൽക്കും. അല്ല, ഒരു സംശയം. എന്താ സംശയം? മോൻ ഇങ്ങനെ മാപ്പുസാക്ഷി ആവണോ? എന്നുവെച്ചാൽ? എന്ന് വെച്ചാൽ അയാൾ ഒരു ബാച്ചിലറാണ്. ചാൽ തനിച്ചാണോ താമസം എന്നർത്ഥം. തിരുമേനി, ക്ഷമിക്കണം, ദൈവാംശമാണല്ലോ ദേവി. സ്വാമിയോട് ബഹുമാനം തോന്നി തുടങ്ങിയോണ്ട് ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് കരുതി. കുസുമ എന്ന ഒറ്റ ചിന്തയെ ശിവൻകുട്ടിക്കുള്ളൂ. അതുപോലെ മുരളീധരൻ എന്ന ഏക വിചാരമേ നമുക്കുള്ളൂ. അടിയും വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ കുസുമോ? ഞാനും അങ്ങനെ തന്നെയാ. ശിവൻകുട്ടിയെ കാണുമ്പോൾ ഞാൻ എന്റെ ആത്മനാഥനെ ഓർത്തു പോകുന്നു. പേലിത്തിരുമുടിയും കെട്ടിവെച്ച് കാലിക്കോലുമേന്തി ശിവൻകുട്ടി നിന്നാൽ പരമപോറായിരിക്കും. അയ്യോ അല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവാണെന്ന് ആർക്കും തോന്നും. ശ്രീകൃഷ്ണ. ശിവൻകുട്ടിയെ കാണുമ്പോൾ എന്റെ ആത്മാവ് വിരുണ്ടു പോകുന്നു. അയ്യോ, എന്ത് പറ്റി? ഇത്രയ്ക്ക് അങ്ങോട്ട് മെതിച്ചില്ലേ? ഒരു പച്ച മനുഷ്യന് അപമാനസ്പർശം ലഭിക്കാൻ പറ്റാ ഈശ്വരാധീനാണ്, സംശയമില്ലേ? ആ ഈശ്വരാധീനം തിരുമേനി തന്നെ നമ്മൾ അനുഭവിച്ചോളൂ. കുട്ടിപ്പനം പറയുന്ന കുട്ടി ദൈവകോപം കിട്ടും. ഞങ്ങൾക്ക് ആർക്കും പരീക്ഷിക്കാനുള്ള ശക്തിയില്ല. കാടും പടലും എറിഞ്ഞു പോകും, മലയും കുന്നും നിരപ്പാകും, ചുട്ടരിക്കും ഞാൻ. മാമായി, അവിടുന്ന് ആരാണെന്ന് അറിയാൻ അടിയങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. ദുഷ്ടദേവതയല്ല ഞാൻ, വൃന്ദാവനത്തിലെ രാധയാണ്. ഇങ്ങനെയാണോ നൃത്തം ചെയ്യുന്നത്? ആശുപത്രിക്ക് ആളെ അയക്കൂ, ഓരക്കുള്ളൂതി എന്നെ ആശ്വസിപ്പിക്കൂ. തിരുമേനി പോയി ഇനി തുള്ളണോ? നിർബന്ധമാണ്, പുറത്താ. വത്സ, സ്വാമിജിയുടെ പ്രസാദം കൊടുത്തു തുടങ്ങിയതിനു ശേഷം വളരെ കുറവുണ്ടച്ചാ. ഭഗവാൻ നമ്മളെ കൈവിടില്ല മോളെ. സ്വാമി പറഞ്ഞതുപോലെ ചങ്ങല അഴിച്ചു വിട്ടിട്ടും ഒരു ബഹളവുമില്ല. പക്ഷെ വല്ലാതെ ക്ഷീണമുള്ളതുപോലെ. നമുക്ക് ആ വിവരം സ്വാമിയോട് പറയാം. വരും. അച്ഛാ, ഞാനും വരുന്നു. ആശ്രമത്തിലേക്ക്. അതെ. ആ, എല്ലാവരും അവസാനം ഭഗവത് സന്നിധിയിൽ ചെന്ന് ചേരും മോളെ. വരും.
ഇന്നലെ വരെ ഇല്ലാത്ത ഭക്തി ഇന്നുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയേണ്ടത്. എന്നോട് അധികമൊന്നും ചോദിക്കണ്ട. ഏതായാലും ആളുകൾ കരുതുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല സ്വാമിജി. അല്ലല്ല, തികഞ്ഞ കള്ളനാ, വശീകരണമാ ജോലി. എനിക്ക് ബുദ്ധി ഉപദേശിക്കാറുള്ള ആളാണോ ഈ പൊട്ടിത്തെറിക്കുന്നത്? ഏതായാലും കുസുമത്തിന്റെ ഈ മാറ്റം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പെണ്ണാണെങ്കിലും ഇഷ്ടവും ഇഷ്ടക്കേടും എനിക്കും പാടില്ലേ? എന്നുവെച്ചാൽ ശിവേട്ടൻ ചിന്തിക്കുന്ന മാർഗത്തിലൂടെ തന്നെ ഞാനും ചിന്തിക്കണമെന്ന് വാശി പിടിക്കരുത്. കുസുമം, എനിക്കും എന്റേതായ ആദർശങ്ങളുണ്ട്, വ്യക്തിത്വമുണ്ട്. അതാർക്കും വേണ്ടി ബലി കഴിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പോകുന്നു. ഈ മരുന്ന് കഴിക്കാൻ ഇത് കുടിക്കാൻ. ഇനി കിടന്നോളൂ. ഞാൻ പറയുന്നത് ലക്ഷ്മിയുടെ അനുസരിച്ചാ മതി. അതല്ല മോളെ, ആളുകൾ മോളെ പറ്റി എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമോ? ശിവൻകുട്ടി വരെ രാജൻ കുഞ്ഞിനോട് അതും ഇതും ഒക്കെ സംസാരിക്കുന്ന കേട്ടു. സംസാരിക്കട്ടെ. തുമ്മിൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തോട്ടാൻ വെക്കണം. അങ്ങനെ പറയല്ലേ മോളെ, നിങ്ങളുടെ മോതിരമാറ്റം വരെ കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക്. ഞാനറിയാത്ത ആളൊന്നല്ലല്ലോ ശിവൻ ചേട്ടൻ. ലക്ഷ്മിയെടുത്ത് പേടിക്കാതിരിക്കൂ. നിങ്ങൾ ദീപാരാധനയ്ക്ക് മുൻപ് ആശ്രമത്തിൽ പോയിട്ട് വരണം. അന്തേവാസികളുടെ കണ്ണിൽ പെടരുത്. മോളെ പറയുന്നതൊന്ന് കേൾക്കൂ ലക്ഷ്മിയെടുത്തി. അല്പം കൂടി ചേർന്ന് നടന്നോളൂ, തെറ്റില്ല. ആരോഗ്യമില്ല. ഓ, ബഹിമാംസമായതുകൊണ്ട് ഒരു ശങ്ക. തിരുമേനി, എന്നിലെ രാധ സ്നേഹമയ്യാണ്. ആ ദൈവാംശത്തിന് ഭേദാഭേദമില്ല. ഓ, മോൻ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഒരു തരം സെക്കുലർ ഡെമോക്രസി, ജാതിമത വ്യത്യാസമില്ലാത്ത ജനാധിപത്യം എന്നർത്ഥം. എന്താ? അങ്ങയുടെ ദർശനത്തിൽ ഞാൻ എന്റെ ആത്മനാഥനെ ഓർത്തു പോകുന്നു. പീലിത്തിരുമുടിയും കെട്ടിവെച്ച് കാലിക്കൂലി നീന്തി. നിൽക്കൂ, വിരോധമില്ല. പക്ഷേ ഇതിനു മുമ്പും ദേവി ആരോടൊക്കെയോ അരുളപ്പെട്ടിട്ടുള്ളതായി. അരുളപ്പെട്ടിട്ടുണ്ട്. വൃന്ദാവനത്തിലെ നന്ദകുമാരൻ 16,008 ഭാര്യമാരോടൊപ്പം സമ്മതിച്ചിട്ടുണ്ട്. എങ്കിലും രാധയ്ക്കറിയാം, രാധയോടൊപ്പം ഉണ്ടായിരുന്നതാണ് ഒറിജിനൽ കൃഷ്ണനെന്ന്. അതുപോലെ അതായത് നമുക്ക് 3 വേളി കഴിഞ്ഞാലും ഈ രാധയുടെ മുമ്പിൽ നിൽക്കുന്ന നോമാണ് സാക്ഷാൽ കൃഷ്ണൻ എന്നർത്ഥം അല്ലേ? ഈ രാധയുടെ സാമീപ്യത്താൽ നോം കൃഷ്ണനായി അർത്ഥം. എന്താ? കാല് അസാരം വേദനിക്കുന്നുണ്ടോ? ലക്ഷ്മി എന്തിനവിടെ വന്നു? ഈ പൂക്കളും തുളസിക്കതിനും എവിടെ എത്തിക്കാൻ കുസുമോള് തന്നയച്ചതാണ്. ആ സമയത്ത് ആശ്രമ പരിസരത്ത് ആരും കടന്നു വരാൻ പാടില്ല. സ്വാമിജി പൂജാമുറിയിൽ ഏകാന്ത ധ്യാനത്തിൽ ഇരിക്കുകയാണ്. പൊയ്ക്കുള്ളൂ.
ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് സ്വാമിജിയുടെ അഭിമതം. എങ്കിലും സ്ത്രീകളുടെ സാമീപ്യം അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. ആ മഹാത്മാവിന്റെ ഉറക്കറയിൽ ഒരു സ്ത്രീ എത്തി നോക്കുന്നതിൽ ഇതെന്തൊരു ഇരിപ്പാണിത് കുസുമം? രാവിലെ ഒന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഉണ്ണാതിരുന്നാൽ ശരീരം ക്ഷീണിക്കൂലേ? എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മരിച്ചാൽ മതി. കുസുമം, നീ എന്തോ പറയുന്നത്? ദയവ് ഇതിനെ ഉപദ്രവിക്കാതിരിക്കൂ. ഞാൻ എവിടെയെങ്കിലും കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായിരുന്നോട്ടെ. ഊണ് കഴിച്ചില്ലേ? ഇല്ല. എന്ത് ചോദിച്ചിട്ടും വ്യക്തമായ മറുപടി പറയുന്നില്ല. ഒരാൾ രക്ഷപ്പെട്ടപ്പോ ഇപ്പൊ അതിലും വലിയ പ്രശ്നം. ഇതെവിടെ ചെന്ന് അവസാനിക്കുമോ ആവോ? സ്വാമി, വിഷുവിന്റെ രോഗം മാറിയതെ കുറിച്ച് ഇന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്ത കണ്ടു. എന്താണ്? സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു മനോരോഗി രക്ഷ പ്രാപിച്ചത്രേ. ഡോക്ടർമാരെ പോലും വെല്ലുവിളിച്ചാണത്രേ സ്വാമി തന്റെ ദിവ്യത്വം തെളിയിച്ചത്. ജഗദ്ഗുരു, ദൈവം നമ്മുടെ ഭാഗത്താണ്. പത്രക്കാരൻ ആര്? തിരുമേനിയോ? ഇന്നത്തെ പത്രങ്ങൾ കണ്ടില്ലേ? കണ്ടു. വിശ്വത്തിന്റെ കാര്യത്തിൽ ലോകം മുഴുവൻ നിന്ദരുവടിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താ ശിവൻകുട്ടി എന്ന വിട്ടിച്ചെറുക്കൻ വല്ലതും എഴുതിയിരിക്കുമല്ലേ? ശിവൻകുട്ടിയല്ല, കാര്യം അസാരം ഗൗരവമുള്ളതാ. ഡോക്ടർ രാജശേഖരന്റെ നേതൃത്വത്തിൽ ഒരു 10-12 ഡോക്ടർമാർ ചേർന്ന് ഒരു പ്രസ്താവന അങ്ങോട്ട് ഇറക്കിയിരിക്കുകയാണ്. വിശ്വനെ ചികിത്സിച്ചത് ഏത് തരത്തിലാണ് എന്നും സ്വാമിജിയുടെ ചികിത്സ കൊണ്ട് വിശ്വന്റെ ശരീരം വിഷമയമാവുകയാണ് ഉണ്ടായത് എന്നും തക്ക സമയത്ത് ജർമ്മനിയിൽ നിന്ന് വരുത്തിയ മരുന്ന് കൊണ്ടാണ് രോഗം ഭേദമായത് എന്നും വേണ്ടി വന്നാൽ ഇനിയും ഭ്രാന്തന്മാരെ ചികിത്സിച്ച് ആ മരുന്ന് കൊണ്ട് തന്നെ ഭേദമാക്കുമെന്നും ആണ് പ്രസ്താവന. വിശ്വം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഭേദമായി വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു സ്വാമിജി. തിരുമേനി അത് കണ്ട് പരിഭ്രമിച്ചു എന്നർത്ഥം അല്ലേ? ഹേയ്, പരിഭ്രമൊന്നുമില്ല. പക്ഷെ എങ്ങനെയാ വിഷയമയമായത് എന്നാണ് അടിയൊരു സംശയം. നമ്മൾ പായസമാണല്ലോ കൊടുത്തയച്ചത്, അത് പോയസനാണോ എങ്ങനെയാണ് എന്നാണ് ഒരു ശരി. തിരുമേനി പൊയ്ക്കുള്ളൂ. ഉത്തരവ്. എന്താ ഇതിന്റെ അർത്ഥം? ഡോക്ടർമാരുടെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന കുഴപ്പം ചെയ്യും. അതിനു മുൻപ് വിശ്വന്റെ ജീവൻ ഈ ലോകത്തോട് വിട പറയണം. രാജന്റെ ചികിത്സയിൽ പറ്റിയ തെറ്റാണെന്ന് വരുത്തണം. നല്ല സ്റ്റൈലായിരിക്കണം കേട്ടാ. വിശ്വത്തിന് ആശ്രമത്തിൽ നിന്ന് പ്രസാദം കൊടുത്തയച്ചിരിക്കുകയാണ്. ആശ്രമത്തിൽ നിന്ന് ഒന്നും കൊണ്ടുവരണ്ടെന്ന് ഇന്നലെ പറഞ്ഞയച്ചതല്ലേ? പറഞ്ഞു. പക്ഷേ രോഗം മാറിയതിന് പ്രത്യേക പൂജ നടത്തിയതിനുള്ള പ്രസാദമാണെന്ന് പറഞ്ഞ് ഇവിടെ തന്നുപോയി. വേണ്ട, ചേട്ടന്റെ ഇഷ്ടത്തിനെതിരായി ഇവിടെ ഒന്നും നടക്കരുത്. മോളെ, നീ ആഹാരമോ ഒന്നും കഴിക്കുന്നില്ല. ഈ പ്രസാദമെങ്കിലും കഴിക്കൂ. ആശ്രമത്തിൽ നിന്ന് വിശ്വന് തന്നയച്ചതാ. വിശ്വന് വേണ്ടാത്രേ. എനിക്ക് വേണ്ട. നല്ല പാൽപ്പായസമാ. വെറുതെ കളയണ്ട. ലക്ഷ്മി എടുത്ത് കഴിച്ചോളൂ. കുസുമം, പരീക്ഷയ്ക്ക് ഇനി 2 മാസമേ ഉള്ളൂ. അറ്റൻഡൻസ് കുറഞ്ഞ ബുദ്ധിമുട്ടാവും. ഞാനിനി കോളേജിൽ പോകുന്നില്ല.
എനിക്കിനി പഠിക്കണ്ട. എന്നാരാ തീരുമാനിക്കേണ്ടത്? നിനക്ക് എന്ത് പറ്റി? എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ലോകത്ത് വെച്ച് ഏറ്റവും സുഖം അനുഭവിക്കുന്നത് ഞാനാണ്. ഇതെല്ലാം നശിച്ച സ്വാമി ചെയ്ത പണിയാ. അടവുകൾ പലതും നോക്കി ഫലിക്കാതെ വന്നപ്പോ നിന്റെ നേരെയായി. അദ്ദേഹം എന്ത് പഴച്ചു? ഈ കുടുംബം തകർത്ത ദ്രോഹിയല്ലേ? ഈ കുടുംബത്തെ പറ്റി നിങ്ങൾ വിഷമിക്കണമെന്നില്ല. എന്ന് വെച്ചാൽ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ബന്ധമല്ലേ നിങ്ങൾക്ക് ഈ കുടുംബവുമായിട്ടുള്ളത്? ഇതെടുത്തോണ്ട് പോയിക്കോളൂ. ഇവിടെ ഉള്ളവരുടെ മനസ്സിലെ കറിയും മാമൂലും ഈ കുടുംബത്തെ കുളം കൊടുത്തു. വിശ്വം ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ഇപ്പൊ ഇവർക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അവൾ അറിവില്ലാതെ എന്തൊക്കെയോ ചെയ്തു പോയി. ശിവൻ ക്ഷമിക്കൂ. സാരമല്ലേ ഏട്ടാ, കുസുമത്തിന്റെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ. എനിക്കല്പം ജോലിയുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. എന്തുണ്ടെങ്കിലും ഈ ചേട്ടനോട് തുറന്നു പറയും, നമുക്ക് പരിഹാരമുണ്ടാക്കാം. നീ എന്തിനാ ഇങ്ങനെ ദുഃഖിക്കുന്നത്? എന്നെ എല്ലാവരും വഞ്ചിക്കായിരുന്നു. എന്നോട് ആർക്കും സ്നേഹമില്ല. ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. ആരുമല്ലെന്നോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എല്ലാം എനിക്കറിയാം. ഒരു ദിവസം രാത്രി ആശുപത്രിയിൽ കിടന്ന് പ്രസവിച്ച ഞാൻ കുട്ടിയെയും കൊണ്ട് അവസാനം പ്രൊഫസർ സാറിന്റെ വീട്ടിലെത്തി. പെൺകുട്ടികളില്ലാത്ത അദ്ദേഹം എന്റെ മോളെ വളർത്തിക്കൊള്ളാമെന്ന് ഏറ്റു. പക്ഷേ യാതൊരു കാരണവശാലും അവൾ എന്റെ മോളാണെന്ന് ആരും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. ആ കരാറിൽ ഒരു ജോലിക്കാരിയെ പോലെ ഞാനിവിടെ കഴിയുകയാണ്. ഈ വിവരം കുസുമത്തിനും അറിയില്ലേ? ഇല്ല, പ്രൊഫസർ സാറിനും അദ്ദേഹത്തിന്റെ 2 ആൺമക്കൾക്ക് മാത്രമേ അറിയാവൂ. ശരി, ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞാൽ മതി. കുസുമം എന്റെ മകളാണെന്ന് ലോകം അറിഞ്ഞാൽ നിങ്ങൾക്ക് ആപത്തുകൾ ഉണ്ടാവും. അപ്പോൾ ഇനിയും എന്നെ അനാഥയാക്കി വിട്ടുപോകാനാണോ ഭാവം? ഇല്ല ലക്ഷ്മി, എനിക്ക് അല്പം കൂടി സമയം തരും. ഞാനിവിടെ ഒന്ന് പോകുന്നതിന് മുമ്പ് നിനക്കും മകൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം. സൗകര്യങ്ങളോ? അല്ല, നിങ്ങളെ കൂടെ കൊണ്ടുപോവാ. ഈ രഹസ്യങ്ങൾ എന്തിനാ ചേട്ടൻ മറച്ചു വെച്ചത്? ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? അനീഷി, ഞാൻ പറയുന്നത് കേൾക്കും. ലക്ഷ്മിയെടുത്തി, ലക്ഷ്മിയെടുത്തി, അമ്മാവ ഓടി വരൂ. അയ്യോ, ലക്ഷ്മിയെടുത്തി. അമ്മേ, എന്താണ് പറ്റിയത്? അമ്മേ, അമ്മേ, മോളെ, അമ്മേ, മോളെ, ഈശ്വരൻ നമ്മുടെ പക്ഷത്താണ്. ലക്ഷ്മിയുടെ മരണം നാം പ്രതീക്ഷിച്ചില്ല. പാവം സ്ത്രീ. ശവസംസ്കാരം കഴിഞ്ഞോ? ഇല്ല, ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം? അതെ, അവർ കഴിച്ച പായസത്തിൽ വിഷാംശം കലർന്നിരിക്കുമെന്ന് ഡോക്ടർ രാജൻ സംശയിക്കുന്നു. സത്യം പറയാലോ, ദേവിയുടെ സാമീപ്യം നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാതെ ഇരിക്കുകയാണ്. ഇതാദ്യമല്ല തിരുമേനി, എന്നെ സമീപിച്ചവരെല്ലാം അനുഭവിച്ചിട്ടുള്ള വേദനയായത്. ദേവിയെ പിരിയാതിരിക്കാൻ
കുറച്ചു കാലായി നമുക്കൊരു ഐഡിയ. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഒരാശ്രമം ഇവിടെ തുടങ്ങിയാലെന്താ? ആശ്രമമോ? അതെ, ദേവിയെ ചീഫാക്കി വെച്ച് ഗായത്രി ദേവി മന്ദിരമെന്നോ മഠമെന്നോ അങ്ങ് തുടങ്ങാം. അത് ശരിയാവുമോ തിരുമേനി? ശരിയാകാതെന്താ? പ്രാഥമികമായിട്ടുള്ള എല്ലാ ധനസഹായങ്ങളും നോം ചെയ്തു തരാം. എന്നിട്ട് പ്രഥമ സന്യാസി സ്ത്രീ ആയതുകൊണ്ട് അഗേഹാനന്ദനുണ്ടാകുന്ന എതിർപ്പുകൾ പോലും ദേവിക്കുണ്ടാവില്ല. ചെറുപ്പക്കാരൊക്കെ നമ്മുടെ കൂടെ കൂടും. അത് ഞാൻ ഏറ്റു. എങ്കിലും ഭയം തോന്നുന്നു. എന്തിനാ ഭയപ്പെടണ? ഏത് ശത്രുവിനെയും അടിയറ പറയിക്കാൻ ഇതുപോരെ. സ്വാമിജി അനുവദിക്കില്ലല്ലോ. അതിന് നോം ഒരു മാർഗം പറഞ്ഞു തരാം. ഇന്ന് സ്വാമിന്ന് പഠിച്ച വിദ്യകളും ഉണ്ടല്ലോ. ഒരു വിദ്യ പൂർണ്ണമായിട്ടറിയാം, ദൈവത്തിനെ കാണിക്കുന്നത്. അതെങ്ങനെ? ദാ ഇങ്ങനെ. ദൈവം എവിടെ? അതിന് സ്വാമിയുടെ കയ്യിൽ ശക്തിയേറിയ ഒരു മയക്കുമരുന്നുണ്ട്. അത് ഉള്ളം കൈയിൽ പുരട്ടി ഭക്തന്റെ മൂക്കിന് നേരെ പിടിക്കും. അത് മണപ്പിച്ചാൽ തലച്ചോറിനൊരു മാന്യം ഉണ്ടാകും. അതാണ് ദൈവം. ഒന്ന് പതുക്കെ പറയൂ. ഏതായാലും ആ ദൈവത്തിനെ കുപ്പിയോടെ കയ്യിലെടുത്തോളൂ. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും നോം ചെയ്തു തരാം. കേട്ടാ? എല്ലാം ഞാൻ അറിഞ്ഞു. അതോർത്ത് നീ എന്തിനാ വിഷമിക്കുന്നത്? ശിവൻചേട്ടന്റെ ഭാര്യയാകാനുള്ള അർഹത എനിക്കില്ല. ഞാൻ ആരും ഇല്ലാത്തവളാണ് ശിവൻചേട്ടാ. നീ എന്താ ഈ പറയുന്നത്? നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിന്റെ വളർത്തച്ഛനും സഹോദരനും, അതിലുപരി നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ ഞാൻ, പിന്നെ നീ എങ്ങനെ ആരും ഇല്ലാത്തവളാവുന്നത്? എങ്കിലും ചേട്ടാ ഞാൻ... നീ ഒന്നും പറയണ്ട. എടി പെണ്ണേ, ഈ ജന്മത്തിൽ ഞാൻ ആരെങ്കിലും കല്യാണം കഴിക്കുന്നത് നിന്നെ മാത്രമായിരിക്കും. പിന്നെന്താ? ഒന്ന് ചിരിച്ചു. ഇതാ മാലതി, ഈ സ്വാമിയെ ഞാൻ എവിടെയോ വെച്ച് കണ്ടതുപോലെ തോന്നലാവും. അസുഖമുണ്ടായിരുന്നപ്പോ പലപ്പോഴും ആ മനുഷ്യനുമായി ഇടപഴകിയിട്ടുണ്ടല്ലോ. അതല്ല, നേരിട്ട് പോയെന്ന് കണ്ടാൽ. ചേട്ടനോട് പറയാതെയോ? അത് വേണ്ട. പറഞ്ഞാൽ ചേട്ടൻ അനുവദിക്കില്ല. ആരും കാണുന്നില്ല, അദ്ദേഹം നടന്നോളൂ. വരും, നേരായി. പണ്ടൊക്കെ ഇട്ടിട്ടില്ലേ? ഒക്കെ എടുത്തിരിക്കുന്നു. ആ മുണ്ട് താഴ്ത്തിയിടൂ. ഇപ്പൊ ഇവിടെ വെള്ളമൊന്നും കെട്ടി നിൽക്കണില്ലല്ലോ. അതല്ലേ, മുട്ടിന് താഴെ തുണി തൊടുമ്പം എന്തോ ഒരു അസ്കേത. അസ്കേത കാണും. കുറെ കാലമായില്ലേ മുണ്ടെടുത്തിട്ട്. ഒരു കാര്യം കണ്ട് ചെയ്തോളൂ. ഇല്ലത്ത് ചെന്നതും മുണ്ടാണ്ട് അയച്ചിട്ടോളൂ. ഒരു തുറന്നുകൊണ്ട് വാങ്ങിച്ചു തരാം. പിന്നെ ദൈവത്തിന് എടുത്തിട്ടില്ലേ ഗായത്രി? പിന്നില്ലേ, കുപ്പിയോടെ എടുത്തിരിക്കുന്നു. ദേശായി ഇങ്ങോട്ട് വന്നോളൂ. ഇപ്പൊ പോവും. വേഗം വരൂ. എന്താ? സ്വാമി ഒന്ന് കാണും. വരൂ. വരൂ വരൂ. വരൂ.
പഴരസം കൊണ്ടുവരും. വിശ്വന്റെ അസുഖം ഭേദമായതിനു ശേഷം അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാം, ഇവിടുത്തെ തിരക്ക് ഒഴിഞ്ഞിട്ട് വേണ്ടേ? ഇപ്പോ അസുഖമൊന്നുമില്ലല്ലോ. ഈയിടെയായി പ്രൊഫസറും ഇങ്ങോട്ട് വരാറില്ല. കൊണ്ടുവരും. കുടിക്കൂ. വിശ്വനെന്താ എന്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുന്നത്? ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ട്. പിന്നില്ലേ, വിശ്വനെ ചികിത്സിച്ച് ഭേദമാക്കിയത് നാമല്ലേ? അതല്ല, എനിക്ക് അസുഖമാകുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ടുണ്ട്. ഓർക്കുന്നില്ല. ഞാൻ ഓർമ്മിക്കുന്നു. ഏതാണ്ട് 3 കൊല്ലം മുമ്പ് കൊല്ലം ST ബാങ്കിൽ ജഗദ്ഗുരു, അന്നെന്റെ തലക്കടിച്ചത് ഞാനാണെന്നാണോ? ജയ് ഗുരു. സാധു മനുഷ്യൻ, നിങ്ങളുടെ അസുഖം പരിപൂർണമായും ഭേദപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ തലച്ചോറിലുണ്ടാകുന്നത്. സാരമില്ല, അത് കുടിക്കൂ. നാം ഇവിടെ നിന്നും പോകുന്നതുവരെ ചികിത്സ തുടരണം. കുടിക്കൂ. അത് പോകട്ടെ, വിശ്വം എന്റെ ആശ്രമം മുഴുവൻ കണ്ടിട്ടില്ലല്ലോ. വരൂ. ഇത്ര സമയമായിട്ടും വിശ്വനെ കണ്ടില്ലല്ലോ. അച്ഛാ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. ലക്ഷ്മിയേട്ടത്തി കഴിച്ച പായസത്തിൽ വിഷം കലർന്നിരുന്നു. ഭഗവാനെ, ഇതെന്ത് പരീക്ഷണമാണ്? വിശ്വമായിരുന്നു അവന്റെ ലക്ഷ്യം. വിശ്വം അവിടെ വൈകുന്നേരം നടക്കാനെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയതാ, ഇതുവരെ കണ്ടില്ല. തനിച്ചോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നോട് ചോദിക്കാൻ അവനെ അയക്കരുതെന്ന്? ഹലോ, അതെ, ശിവൻകുട്ടിയോ? വിശ്വ അവിടെ വന്നോ? വന്നില്ലേ? വൈകുന്നേരം നടക്കാനെന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങിയതാ. എനിക്ക് ബലമായ സംശയമുണ്ട് ഇവൻ ആ സ്വാമിയുടെ വലയിൽ കുരുങ്ങിയിരിക്കുന്നത്. ഞാൻ ഇതാ വരുന്ന ചേട്ടാ. എന്താ, സ്വാമി ഒന്ന് കാണണമായിരുന്നു. വരൂ.
എസ് ടി ബാങ്ക് കൊള്ളയടിച്ചു, അന്നെ തലക്കടിച്ചു. ഇവനെ വെറുതെ വിട്ടുകൂടാ. നമുക്ക് പോലീസിനെ അറിയിക്കാം. വിശ്വം വിശ്വം